സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് കേക്ക് കഴിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. കേസുകളിൽ നൂരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയാണ് ചിലർക്ക്. അതിനായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണെന്നും PM.A. സലാം പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങളല്ല എന്നായിരുന്നു മറുപടി. ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്നും PM.A. സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM.A. സലാം എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ മറ്റൊരു പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സാദിഖ് അലി തങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം ലീഗിന്റെ മുൻപുണ്ടായിരുന്ന നേതാക്കളൊന്നും ഇത്തരത്തിൽ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല. മതനിഷിദ്ധമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം പ്രസ്താവനകൾക്ക് ആധാരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ പരാമർശങ്ങൾ ഒരു ഭാഗത്ത് വലിയ ചർച്ചയായ ഘട്ടത്തിൽ കൂടിയാണ് തങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമസ്തയിൽ നിന്നൊരു നേതാവിൻ്റെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തേണ്ടതല്ലേ? അല്ല, അത് രാഷ്ട്രീയമല്ലല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? ജനങ്ങൾ ഏത് സ്വീകരിച്ചു, ഏത് അംഗീകരിച്ചു, എവിടെയാണ് എന്നത് വളരെ വ്യക്തമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടേണ്ട ഞങ്ങളതിന് മറുപടി പറയുന്നുമില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലാണ് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM.A. സലാം പ്രതികരണം നടത്തിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, റിപ്പോർട്ടർ തിരൂരങ്ങാടി. വിവരങ്ങളുമായി മുബഷിർ P. അക്ബർ ചേരുന്നു. മുബഷിർ P. അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. കടുത്ത ഭാഷയിലാണ് ലീഗ് നേതാക്കൾ ഇന്നലെ മുതൽ വിമർശിക്കുന്നത്. ഫൈസി അമ്പലക്കടവിന്റെ വിമർശനം അതിര് കടന്നുപോയി എന്നതാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, ഇത്തരം നല്ല നിമിഷങ്ങൾ കേരളം കാണാനിരുന്നതാണ് എന്ന മറ്റുള്ള പ്രതികരണങ്ങളും ലീഗിന് പുറത്തു നിന്നുള്ളവരുടെ പ്രതികരണങ്ങളായിട്ട് വരുന്നു. അപ്പോൾ എന്തായാലും പ്രതികരണം കടുപ്പിക്കുകയാണ് ഫൈസി അമ്പലക്കടവിനെതിരെ. മുബഷീർ, ഇപ്പോൾ PM.A. സലാം പറയുന്നത് എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള SYSന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ നടത്തിയ ഒരു പരോക്ഷ വിമർശനത്തിലാണ് ഹമീദ് ഫൈസിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി PM.A. സലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്തില്ലാത്ത വിധമാണ് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ഹമീദ് ഫൈസിയെ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. ഹമീദ് ഫൈസിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കേസ് ഒതുക്കി തീർക്കാൻ ഇടതു സർക്കാർ സഹായിക്കുമെന്ന ധാരണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാകാം അദ്ദേഹം തുടർച്ചയായ ഇത്തരത്തിൽ സമൂഹത്തിൽ വലിയ വിലയുള്ള ആദരവുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളെയൊക്കെ തന്നെ അവഹേളിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് PM.A. സലാം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാളികാവിൽ നിലനിൽക്കുന്ന ഒരു സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ PM.A. സലാം അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമർ ഫൈസിയെ പോലെയുള്ള നേതാക്കൾ തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ ഇത്തരം വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനൊരു അറുതി വരുത്തേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്. സ്വാഭാവികമായിട്ടും സാദിഖ് അലി തങ്ങളെ പോലെ വലിയ ആദരവുള്ള വ്യക്തികൾ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുമ്പോൾ, പരിപാടികൾ നടത്തുമ്പോൾ അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം അഭിപ്രായങ്ങൾ ഇവർ നടത്തുന്നത്. അത് കൃത്യമായും വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് PM.A. സലാം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PM.A. സലാം അതിരൂക്ഷമായി തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം PM.A. സലാമിനെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ജമാഅത്ത് ഇസ്ലാമിന്റെ ബന്ധത്തിലാണ് PM.A. സലാം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമാണ് സമുദായത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഹമീദ് ഫൈസി പറഞ്ഞിരുന്നത്. അതിനൊക്കെ തന്നെയുള്ള മറുപടിയായിട്ടാണ് PM.A. സലാം ഈ ഭാഷയിലുള്ള വിമർശനത്തെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹം മറുപടിയായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജമാഅത്ത് ബന്ധം ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിരുന്നത് കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറുമെന്നുള്ളതായിരുന്നു. മതരാഷ്ട്രവാദികളുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമ്മതിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിനെതിരെ PM.A. സലാം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് CPM-ന് ബന്ധമുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ SDPI-യുമായി ബന്ധമുള്ള ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ
അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിലുള്ള രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അൻവറിന് തന്നെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. UDF-ലേക്ക് അദ്ദേഹത്തെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. മാധ്യമങ്ങളല്ല അത് തീരുമാനിക്കുന്നത്. മാധ്യമങ്ങളായിരുന്നു UDF മുന്നണിയിലേക്ക് അദ്ദേഹം വരുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നതെന്നും PMA സലാം വ്യക്തമാക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു മുബഷീർ. എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ ഒരു വിഭാഗം നടത്തിയ പ്രതികരണം, അതിനെതിരെ കടുത്ത വിമർശനമാണ് ലീഗ് നേതാക്കളിൽ നിന്നുണ്ടാവുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ്.